ഇന്നത്തെ നമ്മുടെ സംസാര വിഷയം വേറൊന്നുമല്ല, നമ്മുടെ മേയറും കൗൺസിലർമാരും ഡൽഹിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ഇവർക്കൊപ്പം ട്രെയിനിലുള്ള യാത്രയിൽ നമ്മുടെ കോർപ്പറേഷൻ കൗൺസിലർ ശ്രീലേഖ മാഡം ഇല്ല. ശ്രീലേഖ മാഡം ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ മാധ്യമങ്ങൾ ഇതിനെ പലതരത്തിൽ വളച്ചൊടിച്ചിടുന്നത് കണ്ടു. അത് മാത്രമല്ല, പലതരത്തിലുള്ള നെഗറ്റീവ് കമൻറ്റുകളും കണ്ടു കേട്ടോ. അപ്പോൾ മാധ്യമങ്ങൾ ചോദിച്ചതെന്ന് വെച്ചാൽ, മേയർ തന്നെ ഇവിടെ ട്രെയിനിലാണ് പോകുന്നത്, പിന്നെ എന്തിനാണ് ശ്രീലേഖ മാഡം ഫ്ലൈറ്റിൽ പോകുന്നതെന്നുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മേയർ എന്നുള്ളൊരു പദവി നമ്മൾ പൊതുജനങ്ങൾ കൊടുത്തതാണ്. അപ്പോൾ IPS എന്നുള്ളൊരു പദവി നമ്മൾ പൊതുജനങ്ങൾ കൊടുത്തതല്ല. അത് വളരെയധികം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിരന്തര പരിശ്രമത്തിലൂടെ നേടിയെടുത്തതാണ്. അതെങ്ങനെ തൂത്താലും മായ്ച്ചാലും പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഈ IPS ഉദ്യോഗസ്ഥർക്ക് ചില കാര്യങ്ങളിൽ വളരെയധികം അച്ചടക്കം കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് പെരുമാറ്റത്തിലായാലും പ്രവൃത്തിയിലായാലും. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതിലേക്ക് നുഴഞ്ഞു കയറാതിരിക്കുക. എവിടെ യാത്ര ചെയ്യണം, എങ്ങനെ യാത്ര ചെയ്യണം, ഏത് ഫുഡ് കഴിക്കണം, അതൊക്കെയും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ശ്രീലേഖ മാഡം നല്ലൊരു ജനപ്രതിനിധിയാണ്. അത് മാത്രമല്ല, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിൻ്റെ ചില പരിചയക്കുറവുകൾ കാരണം ചില വലിയ മുതിർന്ന മൂത്ത രാഷ്ട്രീയ നേതാക്കളെ പോലെ അത്രയും വലിയ പക്വതയോടെ പെരുമാറാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും മാധ്യമങ്ങൾ നമ്മുടെ ശ്രീലേഖ മാഡത്തിന് ഒന്ന് എടുത്തിട്ട് അലക്കുന്നത്. അപ്പോൾ ശ്രീലേഖ മാഡം നല്ലൊരു ജനപ്രതിനിധിയാണ്. അപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ അമിതമായിട്ട് നുഴഞ്ഞു കയറി അവരെ ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുമ്പോൾ പലതരത്തിൽ ജനങ്ങൾ അതിനെ നെഗറ്റീവായി എടുക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എല്ലാ കാര്യത്തിനും സ്വന്തമായിട്ട് അഭിപ്രായങ്ങളും നിലപാടുകളും വേണമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.